ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കാന്തല്ലൂർ പെരുമലയിൽ പഴവർഗ്ഗ കൃഷികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ കെ എ അബ്രഹാം കൊച്ചുമണ്ണിൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് കാന്തല്ലൂർ പെരുമല കൊച്ചുമണ്ണിൽ കെ എ എബ്രഹാം എന്ന മാതൃകാ കർഷകന്റെ കൃഷിയിടത്തിലാണ്. ഒട്ടേറെ ഫലവർഗ വിളകൾ കൃഷി ചെയ്യുന്ന ശ്രീ കെ എ എബ്രഹാം തന്റെ കാർഷികാനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ എത്ര വർഷം മുൻപാണ് ഈ കാന്തല്ലൂർ മേഖലയിലേക്ക് വരുന്നത്? ഏതാണ്ട് 50 വർഷം മുൻപ് വന്ന. എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ സ്വദേശം റാന്നി. പത്തനംതിട്ട. അതെ അതെ. അന്നത്തെ ഇവിടുത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു ചേട്ടൻ വന്ന സമയത്ത്, ഈ 50 വർഷം മുൻപ്? ഞാൻ അന്ന് വരുന്ന സമയത്ത് ഇവിടെ ഈ പ്രദേശമെല്ലാം ഈ തെരുവ് കൃഷിയായിരുന്നു. തൈലപ്പുല്ല് അതായിരുന്നു. അത് എല്ലാവരും ചെയ്തു, ഞാൻ അത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആ കൃഷി കഴിഞ്ഞ് മൽബറി കൃഷി ചെയ്തു, അതുപോലെ കരിമ്പ് കൃഷി ചെയ്തു. അങ്ങനെ കൃഷികളിൽ പിന്നെ നഷ്ടം വന്നതോടുകൂടിയാണ് ക്രമേണ ഞാൻ പഴവർഗ്ഗ കൃഷിയിലേക്ക് തിരിഞ്ഞു. അത് ആദ്യം കുറേ സ്വന്തം ആവശ്യത്തിന് വെച്ചു. അതിനാവശ്യക്കാരേറിയപ്പോൾ വീണ്ടും കുറച്ച് വിപുലീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മൽബറി കൃഷി എത്ര വർഷം മുമ്പാണ് തുടങ്ങിയത്? അതെന്നാണ് അവസാനിപ്പിച്ചത്? ഏതാണ്ട് ഒരു 30 വർഷം മുൻപാണ് മൽബറി കൃഷി ഉണ്ടായിരുന്നത്. ഈ പ്രദേശമെല്ലാം മിക്കവാറും കർഷകർ നന്നായിട്ട് ചെയ്തിരുന്നു. അന്ന് തുടക്കത്തിലെല്ലാം നല്ല ലാഭമുള്ള കൃഷിയായിരുന്നു. കാലക്രമേണ അത് രോഗങ്ങൾ വന്ന് കൃഷി ഈ കൊക്കൂണാകുന്ന സമയത്ത് പുഴു, അതായത് പാൽപ്പുഴായി പോകുക എന്നുള്ളൊരു രോഗമുണ്ടായിരുന്നു. അങ്ങനെ വന്നത് കൃഷി നഷ്ടമായി. അങ്ങനെ 1-2 തവണ നഷ്ടം വന്ന് മൂന്നാമത്തെ പ്രാവശ്യവും നഷ്ടം വന്നു കഴിഞ്ഞാൽ കർഷകന് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആ കൃഷി അങ്ങനെ കാലക്രമേണ നിന്നുപോയി. അതുപോലെ കാട്ടുമൃഗങ്ങളുടെ ശല്യം, മുളാവും കേഴ, മുള്ളംപന്നി, ഇതെല്ലാം ഈ ചെടി തിന്നും. നമ്മൾ അടുത്ത ഒരു 50 പുഴുവിനെ വയ്ക്കാമെന്നുള്ള ആ കാലയളവിൽ അത് കണക്ക് കൂട്ടിയിരിക്കുമ്പോഴായിരിക്കും ഒറ്റ രാത്രി കൊണ്ട് ഇതെല്ലാം നശിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് കർഷകർ ആ തൊഴിലിൽ നിന്ന് പിന്മാറി. അക്കാലത്ത് ഇവിടെ നിരവധി കർഷകർ ഈ പട്ടുനൂൽപ്പുഴു വളർത്തലും മൽബർ കൃഷിയും തുടർന്ന് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും നല്ല പട്ടായിരുന്നു കാന്തല്ലൂർ. ഇവിടെ സാരിയൊക്കെ ഉൽപ്പാദിപ്പിച്ചല്ലേ, നെയ്തെടുത്ത് ഇവിടെ നെയ്ത്തൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും നല്ല പട്ട് ഇവിടുത്തെയായിരുന്നു. നല്ല വിലയും കിട്ടുമായിരുന്നു. ഇവിടുത്തെ മാർക്കറ്റിൽ കൊണ്ടുപോയാൽ തന്നെ ഈ കൊക്കൂണിന് നല്ല വില കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ കർഷകർ അന്ന് പിടിച്ചു നിന്നു, ഒരു ലാഭമായിരുന്നു. ക്രമേണ അത് പരാജയമായി. അങ്ങനെയാണ് കർഷകർ ആ കൃഷിയിൽ നിന്ന് പിന്മാറി. അതിനുശേഷം എന്താണ് കൂടുതൽ കർഷകരും ഇവിടെ കൃഷി ചെയ്തത്? അതിനുശേഷം ഇവിടെ ഏറ്റവും വലിയൊരു കൃഷിയായിട്ട് വന്നത് ഗ്രാൻഡീസ് കൃഷിയാണ്. ആദ്യമൊക്കെ വെച്ച് അതിന് വലിയ മാർക്കറ്റൊന്നും ഇല്ലാതെയിരുന്നു. കാലക്രമേണ അതിന് ഡിമാൻഡായി. ഈ പൾപ്പിനും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ഇതിലേക്ക് വന്നപ്പം ചുമ്മാ കിടന്ന ഭൂമിയിലെല്ലാം കർഷകർ ഈ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. അതൊരു 6 വർഷം 7 വർഷം ആകുമ്പോഴത്തേക്ക് വെട്ടാറാവും. അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് നഷ്ടമുള്ളതല്ല, നല്ല ലാഭത്തിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ കാലക്രമേണ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയൊക്കെ നഷ്ടപ്പെട്ടു. ഗ്രാൻഡീസ് കൃഷി ചെയ്താൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. മണ്ണിന് വളക്കൂറും എല്ലാം പോകും, വെള്ളവും കിട്ടാതെയാകും. ഇപ്പോൾ ഒരു കാലത്ത് ഇവിടെ ആ കൃഷിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഈ കനാൽ വഴിയെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 മാസമേ ആയുള്ളൂ ശരിക്കും വരൾച്ച തുടങ്ങിയിട്ട്. ഇപ്പോഴേ വെള്ളത്തിന് ക്ഷാമമായി തുടങ്ങി. ഇപ്പോൾ ഗ്രാൻഡീസ് ഇവിടെ ആരെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? ഉണ്ട്, വളരെയധികം ഉണ്ട് ഇപ്പോഴും. അത് ഇനി വെട്ടാൻ പാടില്ല എന്നൊക്കെ, അതായത് വീണ്ടും കൃഷി ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങളുണ്ട്.
പക്ഷേ എങ്കിൽ തന്നെ വെട്ടിയവരൊന്നും നശിപ്പിച്ചിട്ടില്ല, എല്ലാവരും നശിപ്പിച്ചിട്ടില്ല. കുറച്ച് പേരൊക്കെ കളഞ്ഞ് മറ്റു കൃഷിയിലേക്ക് തിരിഞ്ഞു. എങ്കിലും അത് വെട്ടിക്കളയാതിരിക്കുന്നുണ്ട്. ഇപ്പോഴും അതുകൊണ്ട് നിലവിൽ നിൽക്കുന്നുണ്ട് മരങ്ങൾ. ഈ ഗ്രാൻഡിസ് കൃഷിക്ക് ശേഷമാണോ ബലവർഗ കൃഷിയിലേക്ക് തിരിയുന്നത് ആളുകൾ? ഞാൻ ആദ്യം തന്നെ എനിക്ക് എൻ്റെ അതിരിൽ കൂടെയായിരുന്നു മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത്. എല്ലാവരും വെച്ചപ്പോൾ ഞാനും എൻ്റെ അതിരെ വെച്ചു. പക്ഷേ അതിരെ വെച്ചതെന്ന് പറഞ്ഞാൽ ഒരു 10-30 അടി സ്ഥലം നമുക്ക് കൃഷിയൊന്നും വരാത്ത രീതിയിലേക്കായിപ്പോവും. വളമില്ല, അവിടുത്തെ ജലാംശമില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. എനിക്കിപ്പോൾ കൃഷി ഗ്രാൻഡിസ് കൃഷിയൊന്നുമില്ല, എൻ്റെ എല്ലാം പഴവർഗ്ഗങ്ങൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ബലവർഗ കൃഷി ഏതാണ്? എനിക്ക് കൂടുതലുള്ളത് ഓറഞ്ചാണ്. എത്ര വർഷമായിട്ട് ഈ ഓറഞ്ച് കൃഷി ചെയ്യുന്നു? ഓറഞ്ച് ഒരു 10-20-15 ഇടയ്ക്ക് ഉണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. ഈ നാടൻ ഇനം ഓറഞ്ചാണോ അതോ അത്യുൽപാദന ശേഷിയുള്ള ഏതെങ്കിലും ഇനമാണോ? ഇതാണ് ഹൈബ്രിഡാണ്. അതാകുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ കായ്ക്കും. പക്ഷേ ചെടി പെട്ടെന്ന് പോവും. ഇപ്പം തന്നെ വെള്ളത്തിൻ്റെ അഭാവം മൂലം വരൾച്ചയാണ്. വരൾച്ച കാരണം കഴിഞ്ഞ വർഷം തന്നെ ഒരു 10-15 ഓറഞ്ച് ചെടി ഉണങ്ങിപ്പോയി. അപ്പോൾ പോകുന്നത് എന്ത് ചെയ്യാനൊക്കെ വെള്ളമില്ല, വെള്ളം കിട്ടാനില്ല. കനാലെല്ലാം ഉണങ്ങി, കുടിവെള്ളത്തിന് തന്നെ ക്ഷാമമായി തുടങ്ങി. ഈ ഓറഞ്ച് മരങ്ങളുടെ വളപ്രയോഗം എങ്ങനെയാണ്? ഞാനതുകൊണ്ട് ജൈവ രീതിയിൽ തന്നെയാണ്, വെള്ളം ഇടാതെ ചാണകവും എല്ലുപൊടി വേപ്പമണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെയാണ്, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഓറഞ്ച് തൈ നട്ട് 3 വർഷം കൊണ്ടാണ് വിളവിലേക്ക് എത്തുന്നത്. 3 വർഷം ആകുമ്പോഴത്തേക്ക് കായ്ക്കാൻ തുടങ്ങും. എത്ര വർഷം വരെ ഈ വിളവ് നമുക്ക് ലഭിക്കും? ഏതാണ്ട് ഒരു 10-12 വർഷം വരെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്കൂടെയൊക്കെ ഉണങ്ങിപ്പോവും, മരങ്ങളെല്ലാം ഉണങ്ങും. ചിലതൊക്കെ എന്ത് കേട് സംഭവിച്ചു, വിഷം അടിക്കുന്നില്ല, വിഷം സ്പ്രേ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും തീർച്ചയായിട്ടും. നമുക്ക് പിന്നെ ജൈവ രീതിയിൽ എന്ന് പറഞ്ഞാൽ ജൈവ കീടനാശിനിയൊക്കെ ഇവിടെ ഒന്നും കിട്ടുകയില്ല. അത് തയ്യാറാക്കിയൊക്കെ സ്പ്രേ ചെയ്യാനോ ഉള്ള ഒരു സംവിധാനം ഇവിടെയില്ല. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വളവെടിയിൽ ഇങ്ങനെ ചെയ്യും. പിന്നെ ആണ്ടിലൊരു വർഷം മറ്റേ ബോഡോ മിശ്രം കളിക്കും. അത് ഇപ്പോൾ പഴങ്ങളൊന്നും ഇല്ലാത്ത സമയത്തേ അടിക്കാനൊക്കെ ഉള്ളൂ. ഓറഞ്ചിൻ്റെ വിളവെടുപ്പ് കാലം ഏത് സമയത്താണ്? ഒക്ടോബർ മുതൽ ഡിസംബർ വരെ, അതാണ് അതിൻ്റെ സീസൺ. ഇപ്പം ഈ സമയത്ത് പൂക്കുന്നുണ്ട്. ആ പൂ വരുന്നത് ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റിൽ കായകൾ കിട്ടും. എത്ര ദിവസം ഇടവിട്ട് വിളവെടുക്കാൻ കഴിയും ഈ വിളവെടുപ്പ് കാലത്ത്? ഇത് നമുക്ക് കായ് പറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു സൈഡിൽ നിന്ന് ഈ പഴുത്ത നോക്കി പറിക്കുക എന്നുള്ളതാണ്. ഒരു സൈഡിൽ നിന്ന് പറിച്ച് വന്ന് അടുത്ത കളറ് വരുമ്പോൾ അത് പറിക്കും. ഈ ഓറഞ്ചിൻ്റെ പ്രധാനപ്പെട്ട വിപണി ഏതാണ്? എനിക്ക് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് എന്ത് സാധനങ്ങളുണ്ടെങ്കിലും പഴവർഗ്ഗങ്ങളെല്ലാം ഇവിടെ തന്നെ വിറ്റ് പോകും, പുറത്തേക്ക് കൊടുക്കുന്നില്ല. ആദ്യമൊക്കെ പുറത്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ കാന്തല്ലൂർ ഒരു ടൂറിസം കേന്ദ്രം കൂടിയാണല്ലോ, അതുകൊണ്ട് ഈ ടൂറിസ്റ്റുകളെ ഈ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർക്ക് വിൽക്കാനായിട്ട് കഴിയുന്നുണ്ടോ? അവർക്ക് വിൽക്കാം. അവർ ഈ വരുന്നവർ വാങ്ങുന്നുണ്ട്. നല്ല, കാരണം ഇവിടുത്തെ മാർക്കറ്റിൽ വരുന്നത് പോലെ ആയിരിക്കില്ലല്ലോ നമ്മുടെ സ്വയം നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നത്. പിന്നെ ചിലർക്ക് കാഴ്ചയിൽ ഭംഗിയും വലിപ്പവും ഒക്കെ വേണം, വിലയും കുറച്ച് കിട്ടണം. അങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടി വരുന്നവരാണ് അധികം വാങ്ങാത്തത്. ബാക്കി ഒരുപാട് വരുന്നവരെല്ലാം ടൂറിസ്റ്റുകളെല്ലാം വാങ്ങും. ഇത് ഓർത്ത് തന്നെ വീണ്ടും ആളുകൾ വരുന്നുണ്ട് ഇവിടെ ഈ ബലവർഗ്ഗങ്ങൾ വാങ്ങാനായിട്ടല്ല. അതെ അതെ. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഈ ഓറഞ്ച് അല്ലാതെ മറ്റെന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? പിന്നെ സബർജിലുണ്ട്. എത്ര വർഷമായിട്ട് ഈ സബർജിൽ കൃഷി? സബർജിൽ ഇതെല്ലാം മിക്സഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മളൊരു ഇങ്ങനെ പഴവർഗ്ഗത്തിൻ്റെ ഒരു തോട്ടം എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ വലിയ കൃഷി എന്നുള്ള നിലയ്ക്ക് ചെയ്തതല്ല.
കുറച്ച് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വെച്ച് ഓറഞ്ച് കൊടൈക്കനാലിൽ പോയി ഓറഞ്ച് തൈ കൊണ്ടുവന്നു. അത് ഇവിടെ ഒരാളുടെ അടുത്തുനിന്ന് കുറച്ച് ഓറഞ്ച് തൈ മേടിച്ച് ഒരു 10-25 മേടിച്ച് അത് നട്ട് അതിൻ്റെ പഴം പറിച്ച് നമ്മൾ കഴിച്ചതിന് ശേഷമാണ് ഓറഞ്ച് വെച്ച്. കാരണം പുളിയോ വല്ലതും ആണെങ്കിൽ പിന്നെ അത് വിൽക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പഴം നല്ല സ്വാദുള്ളത് തന്നെയാണ്. അതുകൊണ്ട് പിന്നീട് ഓറഞ്ച് വെച്ചു. അതോടൊപ്പം പ്ലംസ്, സബർജൽ, മറ്റേ സീതപ്പഴം, പിന്നെ മുസാമ്പി. പക്ഷേ എല്ലാ വർഷവും ഈ വേനൽക്കെടുക്കുന്നതോടെ നമുക്ക് വെള്ളത്തിൻ്റെ ഇവിടെ വെള്ളം തിരിക്കാൻ അല്ലെങ്കിൽ പായിക്കാൻ നനച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് വെള്ളമില്ല. അതുകൊണ്ട് മരങ്ങൾ ഒത്തിരി ഉണങ്ങിപ്പോകുന്നുണ്ട്. ഈ സബർജില്ലി ഉൾപ്പെടെയുള്ള തൈകൾ എവിടെ നിന്നാണ് എത്തിക്കുന്നത്? സബർജിൽ ആദ്യം എവിടുന്നോ നമുക്ക് 1-2 തൈ വീട്ടിൽ മേടിച്ച് വെച്ചു. പിന്നെ അതിൻ്റെ കൊമ്പ് മുറിച്ച് നട്ടാൽ ഉണ്ടാകും. പിന്നെ കൊടൈക്കനാലിൽ കിട്ടും ഇതെല്ലാം. സബർജിൽ, ഓറഞ്ച്, പ്ലംസ്, സീതാപ്പഴത്തിൻ്റെ തൈ മാത്രം കാണില്ല. ഈ പ്ലംസിൻ്റെ ഒരു കൃഷി രീതി എങ്ങനെയാണ്? പ്ലംസിൻ്റെയും കൊമ്പ് വെച്ചാൽ മുളച്ച് കിട്ടും. എത്ര വർഷം വേണം ഒരു വിളവെടുപ്പിലേക്ക് എല്ലാ പഴവർഗ്ഗങ്ങളും 3 വർഷത്തിന് മുമ്പ് നമുക്ക് ഫലം തരില്ല. 3 വർഷം കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതി. 3 വർഷം ഈ ബഡ് തൈകളാണെങ്കിലും ചിലപ്പോൾ വെച്ച് അടുത്ത വർഷം തന്നെ കായ ഉണ്ടാകും. പക്ഷെ അതൊരു ഉണ്ടായി എന്ന് പറയാനുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് കൂടുതലൊന്നും കിട്ടുകയില്ല. 3 വർഷം കഴിയുമ്പോൾ ഒരുമാതിരി കായ ആയി തുടങ്ങും. എന്തോതിലല്ല, ശരിക്കും പറഞ്ഞാൽ 5 വർഷമാകണം. 3 വർഷത്തിൽ കായ്ക്കും. ഇതിനെല്ലാം ജൈവവളമാണോ ഉപയോഗിക്കുന്നത്? അല്ലാതെ വളം തന്നെ ഉപയോഗിക്കുന്നത്. ഈ ചുറ്റുപാടൊക്കെ രാസവളങ്ങൾ ഉപയോഗിക്കുന്ന കർഷകരും ഉണ്ടോ? ഇല്ല, അതിനടുത്ത് ആരും അങ്ങനെ കൃഷി ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ സ്ഥലത്തിനടുത്ത് കർഷകരൊന്നും ഇല്ലാതെ ഉണ്ടെങ്കിലും ആരും കൃഷി ചെയ്യുന്നവരില്ല. പിന്നെ ഒരാളുടെ സ്ഥലം ഞാൻ എടുത്ത് കൃഷി ചെയ്യുന്നത്. അവിടെ ഞാൻ ഇത് തന്നെയാണ് ശൈലി. അതായത് ഇപ്പം രാസവളം ഇട്ടാൽ എല്ലാ വർഷവും ഇട്ടുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഒരു വർഷം ഇട്ടിട്ട് അടുത്ത വർഷം ഇടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ചെടിയൊന്നും വരില്ല. ഈ പല കർഷകരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് രാസവളം ഇടുമ്പോൾ ഉൽപ്പാദനത്തിൽ വ്യത്യാസമുണ്ട്, ഉൽപ്പാദനം കൂടുതൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഈ ജൈവവളം ഉപയോഗിക്കുന്നതുകൊണ്ട് ഉൽപ്പാദനം കുറഞ്ഞതായിട്ട് വല്ല അനുഭവം ഉണ്ടോ? അപ്പോൾ അതത്ര നമ്മൾ പ്രതീക്ഷിക്കാറില്ലല്ലോ. ജൈവവളം ഇടുന്നതിൻ്റെ ഉദ്ദേശം നമ്മളുടെ കൃഷി കുറേ കൂടെ ദീർഘകാലം നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. രാസവളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശരിക്കും നനച്ചു കൊടുത്തുകൊണ്ടില്ലെങ്കിൽ മരങ്ങളൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും രാസവളമാകുമ്പോൾ. അപ്പോൾ അതേസമയം ഈ ചാണകം, എല്ലുപൊടി, വേപ്പിണ്ണാക്ക് ഇതൊക്കെയാണെങ്കിൽ അത്രയും ബാധിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും എങ്ങനെയും 2-3 പ്രാവശ്യമെങ്കിലും നനയ്ക്കും. നനയ്ക്കാതിരിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം കൊണ്ട് ഓരോ ദിവസം 10 ചുവടെങ്കിലും ഒഴിച്ചിട്ടാണെങ്കിലും നനച്ചുകൊണ്ടായിരിക്കുന്നത്. എങ്കിലും അതൊന്നും പോരാ. വെള്ളമില്ല. കനാലിൽ വെള്ളമില്ല, ആറ്റിൽ വെള്ളമില്ല. പിന്നെ കനാൽ ഒരെണ്ണം ഉള്ളതല്ല, ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നു. അതുകൊണ്ട് വെള്ളം ആവശ്യത്തിന് ലഭിക്കില്ല. അതുകൊണ്ട് നമുക്ക് വലിയ പരാജയം തന്നെയാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ. കേരളത്തിൽ മറ്റെങ്ങും ഇല്ലാത്ത വിധം ബലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് കാന്തല്ലൂർ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കർഷകർക്ക് സഹായകരമായ പദ്ധതികൾ ഉണ്ടോ? കൃഷി വകുപ്പിൽ നിന്നൊക്കെ സബ്സിഡികളൊക്കെ ഉണ്ട്. അതായത് നേരത്തെ ഈ ഇപ്പം സ്ട്രോബെറിക്കുണ്ട്, ബ്ലാക്ക്ബെറിക്ക് നേരത്തെ ആദ്യം കുറച്ച് സബ്സിഡി കൊടുത്തായിരുന്നു. പിന്നെ ഈ പാഷൻ ഫ്രൂട്ടിലുണ്ട്, അതിന് സബ്സിഡി കൊടുത്തു. പിന്നെ ഇടയ്ക്ക് ഒരു പഴവർഗ്ഗ തൈകളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ പഴവർഗ്ഗ തൈകളൊക്കെ കൊണ്ടു കൊടുക്കുന്നത് എല്ലാം ഒന്നും നമുക്ക് ശരിയായിരിക്കില്ല. എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോവും, എല്ലാവരും നട്ടുപിടിപ്പിച്ചല്ലേ. അതേസമയം ഇപ്പോൾ ചെയ്യുന്നത് കൃഷി അവർ വന്ന് കണ്ടിട്ട് ആണ് സബ്സിഡി അനുവദിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട്. മറ്റ് കൃഷിയിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ചേട്ടൻ്റെ കൃഷിയിടത്തിൽ കണ്ടത് ഒരു വിളയാണ് ബ്ലാക്ക്ബെറി. എന്താണ് അതിൻ്റെ കൃഷി രീതി, എങ്ങനെയാണ്? അതെ, ഇവിടെ തൊട്ടടുത്ത് വേറൊരു അധ്യാപകനുണ്ട്. പുള്ളി നല്ല കർഷകനാണ്. പുള്ളിയുടെ പറമ്പിലുണ്ടായിരുന്നു ഇത്, ഈ ബ്ലാക്ക്ബെറി. പുള്ളി എവിടുന്നോ കൊണ്ടുവന്ന. പുള്ളിയുടെ അടുത്ത് നിന്ന് ഞാനൊരു 10 തൈ വാങ്ങി. ആ തൈ വെച്ച് പിടിപ്പിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ തൈകൾ ഈ വേറെ പൊട്ടി മുളയ്ക്കുന്ന അത് മാറ്റി നട്ടാണ്. ഇപ്പോൾ എനിക്കൊരു 200-300 ഇടയ്ക്കുള്ള തൈകളുണ്ട്. അത് ജാമൊക്കെ ഉണ്ടാക്കാം, നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാം, പഴമായിട്ട് കഴിക്കാം.
ഇത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളൊരു പഴവർഗ്ഗമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കൃഷി രീതി എങ്ങനെയാണ്? തൈ നടുന്നത് ഏത് മാസമാണ്? എത്ര മാസം വേണം ഇതിൻ്റെ ഒരു വളർച്ച പൂർണ്ണമാകാൻ? നടുന്നത് നമുക്കിപ്പോൾ നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ എപ്പോൾ വേണേലും നടാം. ഇപ്പോൾ എനിക്ക് വീട്ടിൽ തൈകൾ ഇരിപ്പുണ്ട്, പൂവായതും കായായതും ഒക്കെ ഉണ്ട്. അത് എപ്പോൾ എടുത്ത് നട്ടാലും അതിന് ഫലം തരുന്ന. പക്ഷേ സീസൺ ഇതാണ്. ഇപ്പോൾ അതുകൊണ്ട് ജനുവരി ഫെബ്രുവരി മുതൽ ഒരു മെയ് മാസം വരെ 2-3 മാസക്കാലം, 3-4 മാസക്കാലം എന്ന് വെച്ചാൽ തുടർന്ന് മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പഴങ്ങൾ നമുക്ക് കിട്ടുകയില്ല. പഴങ്ങളുണ്ടാകും, പക്ഷെ ആ ഉണ്ടാകുന്നതിൻ്റെ ഈ അല്ലികൾ, ചെറിയ അല്ലിയാണ് ഇതിൻ്റെ. ആ അല്ലി എല്ലാം അങ്ങ് പൊട്ടിപ്പോവും മഴ ശക്തമായിട്ട് വെള്ളം വീണ് കഴിയുമ്പോൾ. മിക്കവാറും എല്ലാ ദിവസവും തന്നെ നനച്ചു കൊടുക്കണം. വെള്ളത്തിന് ക്ഷാമമായത് കാരണം അതൊരു വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. ചേട്ടൻ്റെ കൃഷിയിടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളൊരു ബലവർഗ്ഗം ഈ ബ്ലാക്ക്ബെറി ആണോ? ഈ സീസണിൽ വേറെ മറ്റൊന്നുമില്ല, സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയേ ഉള്ളൂ. മറ്റ് കൃഷികളൊന്നും ഇല്ല ഇപ്പോൾ. പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് കിട്ടാവുന്ന പാഷൻ ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ. അതും നമ്മൾ ശരിക്കും നനച്ചു കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പം കുറച്ചൊക്കെ കിട്ടുള്ളൂ. ബ്ലാക്ക്ബെറിക്ക് എന്താണ് വില ഇപ്പോൾ വിപണിയിൽ? ഞാൻ 600 രൂപയ്ക്ക് കൊടുക്കുന്നു കിലോ. അത് ലാഭകരമാണോ? അതിപ്പം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ലാഭത്തിന് നോക്കിയാൽ നമുക്ക് വിൽക്കാൻ പറ്റിയില്ലെന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. അത് അങ്ങനെ ഒരുപാട് സൂക്ഷിക്കാൻ പറ്റില്ല. ഇന്ന് ഒരു ദിവസത്തേക്കേ പഴം ഇരിക്കുള്ളൂ. ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പൊട്ടി നീരൊഴുകാൻ തുടങ്ങും. അപ്പോൾ അത് ഒന്നുകിൽ അത് പിഴിഞ്ഞെടുത്ത് ചാറെടുത്ത് സ്ക്വാഷ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ജാം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യണം. ഇങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ടോ വീട്ടിൽ? ഞാൻ കഴിഞ്ഞ കൊല്ലം നിർമ്മിച്ചായിരുന്നു. ഈ കൊല്ലം ഇപ്പോൾ ഇച്ചിരി ശരീരത്തിനൊരു നല്ല സുഖമില്ല, അതുകൊണ്ട് തുടങ്ങിയിട്ടില്ല ഇതുവരെ. ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ അത് തുടങ്ങണമെന്ന് ഉദ്ദേശിച്ചിരിക്കുക. പലരും വിളിച്ചു വയ്ക്കുന്നുണ്ട് ആയിട്ടുണ്ടോ എന്ന്. ഈ വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ വന്നിട്ട് പോയിട്ടുള്ളവരും പിന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് കർഷകശ്രീയിൽ നിന്നും ഇവിടെ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് അവർ ഇതിൻ്റെ പടവും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ബുക്കൊക്കെ മേടിച്ച് വായിച്ചവർ അതിനകത്ത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ വിളിക്കാറുണ്ട്, തൈകൾ എങ്ങനെ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ, ജാം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഈ സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ജാമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇനിയിപ്പം ഈ മാസത്തോടുകൂടി ഇത് ചെയ്യാവുന്നൊരു കണക്കൂട്ടലിരിക്കുന്നത്. ജാം ഉണ്ടാക്കുക എന്ന് പറയുമ്പം പെട്ടെന്ന് ചെയ്യാവുന്ന പണിയല്ല അത്. മണിക്കൂറുകൾ നമ്മൾ തീയുടെ അടുത്തിരിക്കണം. അത് ഒരു മിനിറ്റ് നമ്മുടെ ശ്രദ്ധ വിട്ടുപോയാൽ അത് ചീത്തയായിപ്പോവും. ഒന്ന് ഭംഗി കൂടുതൽ തീയാവുമോ എന്തെങ്കിലും ആയാൽ മതി, അപ്പോഴേ അതിന് കേടാവും. പിന്നെ അതെടുത്ത് നമ്മൾ കളയേ ഉള്ളൂ, വേറെ ഒരു മാർഗ്ഗമില്ല അതിന്. അത് ശരിയാക്കി എടുക്കാൻ പറ്റില്ല. ചേട്ടനിപ്പോൾ 75 വയസ്സുണ്ട്. ഈ കൃഷിപ്പണികൾക്കൊക്കെ പുറത്തുനിന്ന് ആളെ വിളിക്കുന്നുണ്ടോ അതോ സ്വന്തമായിട്ടാണോ? ഇപ്പോൾ സ്വന്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വാർദ്ധക്യമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടിനൊക്കെ വേദനയുണ്ട്. അപ്പോൾ അത് കാരണം കൂടുതൽ ഇറങ്ങി നടക്കുക. ജോലിക്കാരുണ്ട്, 3-4 പേരുണ്ട് അവിടെ, അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട് കുടുംബാംഗങ്ങൾ? വീട്ടിൽ ഭാര്യ മരിച്ചു പോയിട്ട് 20 വർഷം കഴിഞ്ഞു. ഒരു മകളുണ്ട്, മകൾ വിവാഹിത, അവൾക്കൊരു കുട്ടിയുണ്ട്. അവളുടെ ഭർത്താവ് തൃശ്ശൂർ ജോലി ചെയ്യുന്നു. മകൾ ഇവിടെ വീട്ടിൽ നിന്നുകൊണ്ട് അവൾ മറിയൊരു ജോലിക്ക് പോകുന്നു. അവൾ ഒരു നേഴ്സാണ്. അപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരും. അപ്പോൾ അവിടെ ഉണ്ടാവും കൂടെ. പിന്നെ മക്കളൊക്കെ അടുത്തൊക്കെ ഉണ്ട്, അവർ ഫോൺ വിളിച്ചാൽ അപ്പോൾ തന്നെ വരും. ചേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഒപ്പം കിസാൻ വാണി ശ്രോതാക്കളുമായി കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. കാന്തല്ലൂർ പെരുമലയിൽ പഴവർഗ്ഗ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ കെ എ അബ്രഹാം കൊച്ചുമണ്ണിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. ഔഷധ ഗുണമേറും ദശപുഷ്പങ്ങൾ. കേരളത്തിൻ്റേത് എന്ന് അവകാശപ്പെടാവുന്ന ഒരു കൂട്ടം ഔഷധ ചെടിയാണ് ദശപുഷ്പങ്ങൾ.
ഇന്ത്യയിൽ മറ്റിടങ്ങളിലും ഇവ ധാരാളമായി കാണപ്പെടുന്നുവെങ്കിലും ദശപുഷ്പങ്ങൾ എന്ന പേരിൽ ഉപയോഗിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ദശപുഷ്പങ്ങളെ ഔഷധങ്ങളായി മാത്രമല്ല ചില ആചാരങ്ങളുടെ ഭാഗമായും കേരളീയർ പരിഗണിച്ചിരുന്നു. കർക്കിടക മാസത്തിൽ ശീവോതി വയ്ക്കുക എന്നൊരു സമ്പ്രദായം കേരളത്തിൽ നിലനിന്നിരുന്നു. ദശപുഷ്പങ്ങൾ പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കുമായി ഉപയോഗിച്ചിരുന്ന ഒരാചാരമായിരുന്നു അത്. പണ്ടുകാലത്ത് ദശപുഷ്പങ്ങളെ സ്ത്രീകൾ തലയിൽ ചൂടിയിരുന്നു. ഇവയെ ഐശ്വര്യദായകങ്ങളായാണ് കേരളീയർ കരുതിയിട്ടുള്ളത്. വിഷവൈദ്യത്തിലും പൂജാതി കർമ്മങ്ങളിലും ധാരാളമായി ഇവയെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഗ്രഹദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും ഐശ്വര്യമുണ്ടാകുന്നതിനും വീടിനു ചുറ്റും ദശപുഷ്പങ്ങളെ നട്ടുവളർത്തുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 10 വിധത്തിലുള്ള ഔഷധ സസ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കറുക, സൈനഡോൺ ഡാഗ്ഡൈലോൺ എന്ന ശാസ്ത്രനാമമുള്ള ഈ പുല്ലിനം ഇന്ത്യയൊട്ടുക്ക് ധാരാളമായി കണ്ടുവരുന്നു. ത്വക്കുരോഗങ്ങൾ, വ്രണം, രക്തസ്രാവം തുടങ്ങിയ അവസ്ഥകളിൽ ഇത് വളരെ വിശേഷപ്പെട്ട ഒരൗഷധം കൂടിയാണ്. കയ്യോന്നി അഥവാ കഞ്ഞുണ്ണി. ഇരുണ്ട നിറത്തിൽ തണ്ടുകളോട് കൂടിയ ഈ ചെറു സസ്യത്തിൻ്റെ ശാസ്ത്രനാമം എക്ലിപ്റ്റ ആൽബ എന്നാണ്. വളരെ സുപരിചിതമായ ഇത് മുടിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും മുടി വളരുന്നതിനും ധാരാളമായി ഉപയോഗിക്കുന്നു. ഉഴിഞ്ഞ. വയലരികിലും ചതുപ്പുനിലങ്ങളിലും ധാരാളമായി കണ്ടുവരുന്ന ഇത് നീർപിടുത്തം അകറ്റുന്നതിനും മുടി വളരുന്നതിനും മൂത്രത്തിലെ കല്ലിൻ്റെ അസുഖം ശമിപ്പിക്കുന്നതിനും വളരെ വിശേഷപ്പെട്ടതാണ്. ചെറുവുള അഥവാ ചെറുള. ഏർവ ലെനേറ്റ എന്ന് പേരുള്ള ഈ ചെറുസസ്യം മൂത്രാശയ രോഗങ്ങൾക്കും പനി, കഫക്കെട്ട് എന്നിവയ്ക്കും വളരെ ശ്രേഷ്ഠമായ ഒരൗഷധമാണ്. തിരുതാളി. എപ്പോമിയ സെപ്പിയേറിയ എന്ന ശാസ്ത്രനാമത്തോടു കൂടിയ ഇത് ഒരു വള്ളിച്ചെടിയാണ്. തോടുകളുടെയും നീരരുവികളുടെയും പാർശ്വങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു. പൂവാങ്കുരുന്നില. വെർണോണിയ സിനേറിയ എന്ന ശാസ്ത്രനാമമുള്ള ഇത് പനിക്കും ജലദോഷം, ചുമ എന്നിവയ്ക്കും കൈക്കൊണ്ട ഒരൗഷധമാണ്. മുക്കുറ്റി. ഔഷധ രൂപേണയല്ലാതെ പൂജാതി കർമ്മങ്ങളിലും ഈ ചെടി ധാരാളമായി ഉപയോഗിക്കുന്നു. തൊണ്ടവേദന, നീർപിടുത്തം, ശ്വാസം മുട്ടൽ തുടങ്ങിയ രോഗങ്ങൾക്ക് അഗ്രഗണ്യമായ ഇതിൻ്റെ ശാസ്ത്രനാമം ബയോഫൈറ്റം സെൻസിറ്റൈവം എന്നാണ്. നിലപ്പന. പ്രധാനമായും കിഴങ്ങ് ഔഷധ രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണിത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശരീരപുഷ്ടിക്കും ഇത് ശ്രേഷ്ഠമാണ്. കുർക്കുലിഗോ ഓർക്കിയോയിഡസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. മുയൽ ചെവിയൻ. ടോൺസിലൈറ്റിസിനും ജലദോഷത്തിനും പനിക്കും വളരെയധികം ഫലപ്രദമായ ഒരു സസ്യമാണിത്. മഴക്കാലത്ത് ധാരാളമായി കാണപ്പെടുന്നു. എമീലിയ സോഞ്ചിഭോളിയ എന്നാണിതിൻ്റെ ശാസ്ത്രനാമം. വിഷ്ണുക്രാന്തി. ഇവോൾവുലസ് അൽസിനോയിഡസ് എന്ന ശാസ്ത്രനാമമുള്ള ഇത് തറയിൽ പടർന്നു വളരുന്ന ഒരു ചെടിയാണ്. അത്ര സാധാരണമായി കണ്ടുവരാത്ത ഈ ചെടി വിട്ടുമാറാത്ത പനി, ജലദോഷം തുടങ്ങിയവയ്ക്ക് ശ്രേഷ്ഠമാണ്. മുമ്പ് പറഞ്ഞ 10 ഔഷധങ്ങൾക്കും വെവ്വേറെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദശപുഷ്പം എന്ന ഔഷധയോഗത്തിന് ഇതുകൂടാതെ മറ്റു ഗുണങ്ങളും ഉണ്ട്. പ്രധാനമായും കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയവയ്ക്കും ഇവ ഉപയോഗിക്കുന്നു. അതിനാൽ തന്നെ ആയുർവേദ വൈദ്യശാസ്ത്രത്തിന് കേരളത്തിൻ്റേതായ ഒരു ശ്രേഷ്ഠമായ സംഭാവനയാണ് ദശപുഷ്പങ്ങൾ എന്ന ഔഷധയോഗം. കാർഷിക അറിവുകൾ, അബ്രഹാം കൊച്ചുമണ്ണിലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടു വയ്ക്കാം. ജനപങ്കാളിത്തകരുത്തുമായി മുന്നോട്ടെന്നും നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പകർത്തിടാം.
സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ തൻ പ്രതാപം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.